വെൽക്കം ടു സേറ. ഇന്ന് നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്ററിലെ കോർ പേപ്പർ ആയിട്ടുള്ള മെക്കാനിക്സ് 2 ആണ്. മെക്കാനിക്സ് 2ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോൺ ഇനേർഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫിറ്റീഷ്യസ് ഫോഴ്സസ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ മെക്കാനിക്സ് 1ൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് കുറേ കാര്യങ്ങൾ, പുതിയ പുതിയ കൺസെപ്റ്റുകളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? കോർഡിനേറ്റ് സിസ്റ്റം ഫ്രം വിച്ച് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് സ്റ്റഡീഡ് കോൾഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഇറ്റ്സ് എ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ മോഷൻ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം ഇവിടെ നോക്കാം. ഈ ചുമരിന് മുകളിൽ ഇതൊരു റൂമാണ്. ഈ റൂമിന്റെ ഈ ചുമരിൽ ഒരു പാറ്റ വന്നിരിക്കുന്നു വിചാരിക്കാം. ഇമാജിൻ ചെയ്യാം. ഞാൻ ഇവിടെ വരയ്ക്കാം. ഒരു പാറ്റ വന്നിരിക്കുന്നു. ഓക്കെ, ഈ ചുമരിലുള്ള ഈ പാറ്റയുടെ പൊസിഷൻ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? എവിടെയാണ് ഈ പാറ്റ ഉള്ളത്? അപ്പോൾ എനിക്ക് ഈ റൂമിന്റെ ഈ ഒരു കോർണറിനെ, ഈ കാണുന്ന ഈ കോർണറിനെ ഒറിജിനായി സങ്കല്പിച്ചുകൊണ്ട് എനിക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഇമാജിൻ ചെയ്യാം. അതായത് ഇത് എക്സ് ആക്സിസ്, ഇത് സെഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എനിക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് ഒരുപാട് കോർഡിനേറ്റ് സിസ്റ്റങ്ങളുണ്ട്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിലൊക്കെ തന്നെയുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റമാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് എക്സ് വൈ സെഡ്. ഇവിടെ നോക്കുക. ഇവിടെ ഈ പാറ്റയുടെ ഈ പൊസിഷൻ എനിക്ക് എങ്ങനെ പറയാം? എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര അകലത്തിൽ, എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര അകലത്തിലുണ്ട്. എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര ദൂരം, നോട്ട് എന്ന് പറയും. വൈ ആക്സിസിൽ നിന്നോ, വൈ ആക്സിസിൽ നിന്ന് ഇത്ര അകലം, ഇത്രയും അകലം. എക്സ് ആക്സിസിൽ നിന്ന് ഇത്ര അകലം, വൈ ആക്സിസിൽ നിന്ന് ഇത്ര അകലം. ഞാൻ വൈ നോട്ട് എന്ന് വിളിച്ചു. സെഡ് ആക്സിസ് നിന്ന് അകലുണ്ടോ? ഇല്ല, 0 ആണ്. കാരണം ഇത് ചുമരിന് മുകളിലാണ്, എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ എനിക്ക് പറയാം ഈ പാറ്റ ഇരിക്കുന്ന പൊസിഷൻ എക്സിൽ നിന്ന് x0 അകലത്തിലും വൈ ആക്സിസിൽ നിന്ന് y0 അകലത്തിലുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ പാറ്റ പറക്കുകയാണ്, പറന്ന് റൂമിലേക്ക് വരികയാണ്, റൂമിൻ്റെ അകത്തേക്ക് വരികയാണ്. പാറ്റ ഇപ്പോൾ എവിടെയാണെന്ന് വിചാരിക്കാം. സി ഫ്ലോറിൽ നിന്ന് ഇത്ര അകലത്തിലാണ്. അപ്പോൾ ഇപ്പൊ പാറ്റ എവിടെയുള്ളത്? ഇപ്പൊ പാറ്റ ഇരിക്കുന്നത് എക്സ് ആക്സിസിൽ നിന്ന് ഇത്രയും അകലത്തിൽ, ഈ നീരാരം അല്ലേ. വൈ ആക്സിസിൽ നിന്നോ, വൈ ആക്സിസിൽ നിന്ന് ഇത്ര ദൂരം. സെഡ് ആക്സിസിലോ, സെഡ് ആക്സിസിൽ ഇതാ ഇത്രയും അകലത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ പാറ്റയുടെ പൊസിഷൻ മാറിയപ്പോൾ നമ്മളെ കോർഡിനേറ്റ് സിസ്റ്റം കൊണ്ട് അതിനെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അല്ലെ. എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമുക്ക് പാറ്റ എവിടെയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ സിമ്പിൾ കോർഡിനേറ്റ് സിസ്റ്റം വിളിക്കുന്നവരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ ആയിട്ട് എടുത്തത് ഈ ഒരു ചുമരുകളുടെ ഒരു കോർണറിനെയാണ് അല്ലേ. ഇതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇനി മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കാം. ഒരു ബസ്. ഇതെന്താണ്? ഇതൊരു ബസ്സാണ്. ബസ്. ഓക്കെ, ഈ ബസ്സിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്, ഒരാൾ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ബസ്സിന്റെ ഏതെങ്കിലും ഒരു കോർണർ വെച്ചിട്ട് ഒരു കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിച്ചുകൂടെ? ബസ്സിന്റെ ഒരു കോർണർ സങ്കല്പിച്ചു.
എന്നിട്ട് ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ സങ്കല്പിച്ചെടുത്തു. ഓക്കെ, ഇത് വൈ, ഇത് സെഡ്, ഇത് എക്സ് ആണ് വിചാരിക്കാം. അപ്പോൾ ഈ ബസ്സിലെ ഈ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് ഞാൻ ഇയാളെ നോക്കുകയാണ്, ഈ വ്യക്തിനെ നോക്കുകയാണ്. അപ്പം എന്തായിരിക്കും, ഈ നിൽക്കുന്ന ആള് റെസ്റ്റിലായിരിക്കും. അയാൾ മൂവ് ചെയ്യുമോ? ഇല്ല. ബസ് ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കുന്ന സമയത്ത് ഇയാൾ എന്താണ്, അവിടെ റെസ്റ്റിലാണ്. അതായത് ബസ്സിൽ രണ്ടാൾ ഇരിക്കാനായിരിക്കുക, രണ്ടാൾ നിൽക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ നോക്കുന്നുണ്ട്, അയാൾ മൂവ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടോ? ഇല്ല. അയാൾ അവിടെ റെസ്റ്റിൽ തന്നെയായിട്ട് നിൽക്കുന്നതാണ്, മൂവ് ചെയ്യില്ല, അവിടെ തന്നെ ഇരിക്കും. ഇനി വേറൊരാൾ ഈ ബസ്സിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ റോട്ടിൽ നിന്ന് മറ്റൊരാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബസ്സിലെ ഈ വ്യക്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് എന്താ തോന്നുക, ഇയാൾ മോഷനിലാണ്. കാരണം ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഇയാളും മുന്നോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ വ്യക്തിക്കും ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, നമ്മൾ അത് പറയുന്നില്ല എന്ന് മാത്രം. ഇങ്ങേർക്കും ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഇയാളുടെ കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഇത്. ഓക്കെ, ഇത് എക്സ് ആയിട്ട് എടുക്കാം, ദിസ് ഈസ് വൈ, ദിസ് ഈസ് സെഡ്. ഓക്കെ, അപ്പോൾ ബസ്സിന്റെ ഈ കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് നോക്കുന്ന നേരത്ത് ഈ വ്യക്തി റെസ്റ്റിലാണ് അല്ലേ. ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുകയാണ്, ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇയാൾ എന്താണ്, മോഷനിലാണ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കും വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതായത് ഓരോ ഫ്രെയിം ഓഫ് റെഫറൻസിലും നമ്മൾ കാണുന്ന മറ്റൊരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ, വെലോസിറ്റി, ഇതിലൊക്കെ എന്താണ്, മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. ഒരു വീല് സങ്കല്പിക്കാം, ഒരു വീല്. ഓക്കെ, ഇതിന് മുകളിൽ ഞാൻ ഒരു ഡോട്ട് ഉണ്ട്, ഈ വീലിന് മുകളിൽ ഒരു ഡോട്ട് ഉണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഇയാളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ റോളിംഗ് മോഷൻ ആണ് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഇതിങ്ങനെ നോക്കുകയാണ് വിചാരിക്കാം. പുറത്തുനിന്ന് ഒരാൾ ഈ റോളിംഗ് മോഷനെ നോക്കുകയാണ്, ഈ ബോള്, ഈ ഒരു വീല് റോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും അയാൾ കാണുക, ഈ ഒരു ഡോട്ടിനെ ഈ വ്യക്തി എങ്ങനെയാ കാണുക, എങ്ങനെയാ പോകുന്നത് കാണുക, ഈ ഡോട്ട് ഒരു സൈക്ലോയിഡ് മോഷനിൽ പോകുന്നതായിട്ടാണ് അങ്ങേർക്ക് തോന്നുക. പക്ഷേ ഇനി വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് ഈ സെന്ററിൽ, വീലിന്റെ സെന്ററിൽ ഒരാൾ നിൽക്കാനായിരിക്കാം. വീലിന്റെ സെന്റർ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും തോന്നുക, ഇത് ഈ സൈക്ലോയിഡ് മോഷൻ ആയിരിക്കുമോ? അല്ല. സൈക്ലോയിഡ് മോഷൻ കാണുന്ന എങ്ങനെയാ, പുറത്തൊരാൾ ഇതിനെ നോക്കുന്ന സമയത്താണ് ഈ ഡോട്ട് എന്ന് പറയുന്നത്, ഈ ഡോട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് മൂവ് ചെയ്യുന്നത് തോന്നുന്നു. പക്ഷേ ഈ സെന്ററിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം സങ്കല്പിക്കാം. ഇവിടെ ഒരു XYZ ആക്സിസ് സങ്കല്പിക്കാം. എന്നിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇയാൾ നോക്കുന്ന സമയത്ത് എന്ത് മോഷനായി തോന്നുന്നത്, അതായത് ഇതാണ് വീലിന്റെ സെന്റർ, ഇതാണ് ആ ഡോട്ടുള്ള ചുവന്ന ഡോട്ടുള്ള ഈ ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങേര് ഇതിനെ നോക്കുന്ന സമയത്ത് എന്തായിട്ട് തോന്നുക, ആ ഡോട്ട് ഒരു സർക്കുലാർ മോഷനിൽ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഈ സെന്ററിൽ നോക്കുന്ന സമയത്ത് സർക്കുലാർ മോഷനിലാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ആ മോഷനെ കാണുന്നത് അതിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ട്? ഇറ്റ് ഈസ് എ കോർഡിനേറ്റ് സിസ്റ്റം. ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ. എന്താണ് നമുക്ക് തരുന്നത്? നമുക്കൊരു ഒബ്ജക്റ്റിനെ കുറിച്ച്, അതിന്റെ പൊസിഷൻ, അതിന്റെ മോഷൻ, അതിന്റെ വെലോസിറ്റി, ഇതിനെക്കുറിച്ചുള്ള ഐഡിയകളാണ് തരുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് കോർഡിനേറ്റ് സിസ്റ്റം ഫ്രം വിച്ച് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് സ്റ്റഡീഡ് ഈസ് കോൾഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനാണ് കടക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. രണ്ട് തരം ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് പൊതുവെ പറയപ്പെടുന്നത്. ഒന്നാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒന്നെന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്.
രണ്ടാമത്തതാണ് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ന്യൂട്ടന്റെ ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. ഒബേ ന്യൂട്ടൺസ് ലോസ്. ഓക്കെ. മറ്റൊന്ന്, ഇതിന്റെ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. ആക്സിലറേഷൻ അല്ലെങ്കിൽ രണ്ട് അവസ്ഥകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒന്ന് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിലോ യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇനേർഷ്യൽ ഫ്രെയിമിന്റെ പ്രത്യേകത. രണ്ടാമത്തത് ആരാണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ എന്തായിരിക്കും? മുകളിൽ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാലോ. ഇതെന്ത് ഒബേ ചെയ്യില്ല? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ന്യൂട്ടൺസ് ലോസ് ആർ ഇൻവാലിഡ്. ഓക്കെ. ഇവിടെ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല, ആക്സിലറേറ്റ് ചെയ്യില്ല. അത്തരം ഫ്രെയിമുകൾ, അത്തരം കോർഡിനേറ്റ് സിസ്റ്റങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ആക്സിലറേറ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ. പക്ഷേ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് ചെയ്യും? എന്തുണ്ടാവും? അതിനെന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. യെസ്. സോ ആക്സിലറേഷൻ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. നമുക്ക് ഇവയെ ഒന്ന് കോളത്തിലാക്കി മാറ്റാം. സോ ഇവിടെ ഉണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിലോ യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. അതേസമയം നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ലോസ് ആർ ഇൻവാലിഡ്. ആക്സിലറേറ്റിംഗ് ഓർ റൊട്ടേറ്റിംഗ് വിത്ത് സെയിം സ്പീഡ്. മറ്റൊന്ന്, ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ ഇനേഷ്യൽ ഫ്രെയിംസ് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ ആക്സിലറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യുന്ന ഏതൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും? നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും. ഓക്കെ. ഇനി ഇതിലെ രണ്ട് പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതിൽ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് 0 ഫോഴ്സ് corresponds to 0 acceleration. എന്താന്നുള്ളത് പറയാം. 0 ഫോഴ്സ് കറസ്പോണ്ട് ടു 0 ആക്സിലറേഷൻ. അതായത് ഫോഴ്സ് 0 ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to ma അല്ലേ? അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. F is equal to 0 ആണെന്നിരിക്കും. F 0 ആണെങ്കിൽ M 0 is equal to ma. അപ്പൊ എന്താണ്? M ഒരിക്കലും 0 ആവില്ല. അപ്പൊ എന്തായിരിക്കും? A is equal to 0. ഫോഴ്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആയിരിക്കും. അതായത് ഇതാണ് ഒരു ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിചാരിക്കാം. ആക്സിലറേറ്റ് ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നില്ല. എന്താണ്? ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. ഈ ഫ്രെയിമിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. ഇതിന് എം മാസ് ഉണ്ട്. ഇതിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ. എഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് F is equal to ma. Force is equal to mass into acceleration. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആയിരിക്കും. ഓക്കെ. ഇനി എന്നാൽ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കേസിൽ വ്യത്യാസമാണ്. അതായത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 ഫോഴ്സ് does not correspond to
corresponds to zero acceleration. അപ്പോൾ സീറോ ഫോഴ്സ് ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിൽ ഫോഴ്സ് സീറോ ആണെന്നിരിക്കുക, പക്ഷെ ആക്സലറേഷൻ എന്തായിരിക്കില്ല, സീറോ ആയിരിക്കില്ല. നോൺ ഇനീഷ്യലിന്റെ കേസിൽ, നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കേസിൽ ഫോഴ്സ് സീറോ ആണ്, പക്ഷെ ആക്സലറേഷൻ സീറോ ആണെന്ന് നിർബന്ധമില്ല. ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ കേസിൽ എന്താണ്, ഫോഴ്സ് സീറോ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ആക്സലറേഷനും ഒബ്വിയസ്ലി സീറോ ആയിരിക്കും. ഇതാണ് വ്യത്യാസം. ഇനി രണ്ട് എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഏതെങ്കിലും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്, റെസ്റ്റിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തായിരിക്കും, ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. എ ട്രെയിൻ മൂവിങ് വിത്ത് train moving with uniform velocity. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിൻ സങ്കല്പിക്കാം. അതെന്തായിരിക്കും, ഒരു ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. യൂണിഫോം ആണെങ്കിൽ എന്താണ്, ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ ഇല്ലാത്ത കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്, ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇനി നോൺ ഇനേഷ്യലിന്റെ ഒരു എക്സാമ്പിൾ എന്താ, ഒരു എക്സാമ്പിൾ എ ഫ്രീലി ഫാളിംഗ് എലിവേറ്റർ. എ ഫ്രീലി ഫാളിംഗ് എലിവേറ്റർ സങ്കല്പിക്കുക. അതായത് ഒരു ലിഫ്റ്റ്, എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആണ്. ഒരു ലിഫ്റ്റ് കയറ് പൊട്ടി പെട്ടെന്ന് താഴോട്ട് വരികയാണ് വിചാരിക്കാം. അത് എന്ത് ചെയ്യും, ആക്സലറേറ്റ് ചെയ്യും അല്ലേ, ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ ആക്സലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം എന്തായിരിക്കും, നോൺ ഇനേഷ്യൽ ആയിരിക്കും. അതാണ് രണ്ട് എക്സാമ്പിൾ ഉള്ളത്. ഇനി നമ്മൾ ഈ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ അതെന്തായിരിക്കും, ആ ഫ്രെയിം റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എന്തായിരുന്നു, ന്യൂട്ടന്റെ ലോ ഒബേ ചെയ്യും. ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യും. ന്യൂട്ടൺ ലോ ഒബേ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ്റെ കേസ്, ആക്സലറേഷൻ എന്തായിരിക്കും, ആക്സലറേഷൻ സീറോ ആണ്, ആക്സലറേഷൻ സീറോ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെ റെസ്റ്റ് ഉള്ള ഒരു ഫ്രെയിം ഉണ്ട്, മൂവ് ചെയ്യുന്ന രണ്ടും ഇനേഷ്യലാണ്. ഒരു മാസ്സുള്ള ഒരു ഒബ്ജക്റ്റിനെ സങ്കല്പിക്കാം, രണ്ട് ഫ്രെയിമിലും. ഓക്കെ, ഈ മാസിന് നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇതിനെ നിരീക്ഷിക്കുകയാണ്. ഈ മാസിനെ നമ്മൾ നിരീക്ഷിക്കുകയാണ്, ഫ്രെയിം ഓഫ് റെഫറൻസ് നിരീക്ഷിക്കുന്നു. അപ്പോൾ ഈ മാസിന്റെ മുകളിൽ ഒരു എഫ് ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. എഫ് എന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ ആ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നായിരിക്കും അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ. സോ എ ഈസ് ഈക്വൽ എന്താ, ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം. അപ്പോൾ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എപ്പോഴും ആക്സലറേഷന്റെ വാല്യൂ എന്തായിരിക്കും, എഫ് ബൈ എം. ആക്സലറേഷൻ ആരുടെ ആക്സലറേഷൻ ആണ്, നമ്മൾ ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ നിരീക്ഷിക്കുകയാണ്, ആ ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ ആണ് പറയുന്നത്. ഫ്രെയിം ഒരിക്കലും ആക്സലറേറ്റ് ചെയ്യില്ല. ഇനേഷ്യൽ ഫ്രെയിം എപ്പോഴും എന്തായിരിക്കും, ഒന്നെങ്കിൽ റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. ആരാണ് ആക്സലറേറ്റ് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റ് ആക്സലറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ ആക്സലറേഷന്റെ ഇക്വേഷൻ ഇതിനകത്ത് ആക്സലറേഷൻ എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. ഓക്കെ, അപ്പൊ ഇനേഷ്യൽ കേസ് എപ്പോഴും എന്തായിരിക്കും, ആക്സലറേഷൻ ഒരു ഒബ്ജക്റ്റ് നോക്കുന്ന നേരത്ത് അതിന്റെ ആക്സലറേഷന്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും, എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് മാത്രമായിരിക്കും. അപ്പൊ നോൺ ഇനേഷ്യലിന്റെ കേസിൽ അത് വ്യത്യാസമായിരിക്കും, എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം എന്ന് ആയിരിക്കില്ല.
നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലൂടെ ഒരു വസ്തുവിന്റെ ഫോഴ്സ് നമ്മൾ നോക്കുകയാണ്, എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്ന നോക്കുന്ന നേരത്ത് അതിന്റെ ആക്സലറേഷന്റെ വാല്യൂ വ്യത്യസ്തമായിരിക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടി എടുത്തെഴുതി. ഒന്നാമത്തെ എന്താണ്? നോൺ ആക്സലറേറ്റഡ് ആൻഡ് നോൺ റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് അതെന്തായിരിക്കും? ആക്സലറേഷൻ ഉണ്ടാവില്ല, റൊട്ടേഷൻ ഉണ്ടാവില്ല. നോൺ ആക്സലറേറ്റിംഗ്, നോൺ റൊട്ടേറ്റിംഗ്. രണ്ടാമത്തെ എന്താ? ന്യൂട്ടൺസ് ലോസ് മസ്റ്റ് ബി ഒബേഡ് ബൈ ദ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനർഷ്യൽ ഫ്രെയിം. ന്യൂട്ടന്റെ ലോ നിർബന്ധമായിട്ടും ഒബേ ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തത്, ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് ഇറ്റ് മൂവ്സ് വിത്ത് ആൻ ആക്സലറേഷൻ A is equal to F by m with respect to an inertial frame. ഇനേർഷ്യൽ ഫ്രെയിമിനെ സംബന്ധിച്ച് ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ആക്സലറേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? എഫ് ബൈ എം എന്നായിരിക്കണം. അടുത്തത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് an external force object either remains at rest or in uniform motion with respect to an inertial frame. ഫോഴ്സ് സീറോ ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കണം. ഇവിടെ നോക്കാം, ഫോഴ്സ് ഇല്ല എന്ന് വിചാരിക്കാം. കണ്ടീഷൻസ്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ഈ മാസ് എം എന്ന് പറയുന്ന മാസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിലോ യൂണിഫോം മോഷനിലായിരിക്കും. ആണ് നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് അങ്ങനെയാണ് അല്ലേ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിലോ യൂണിഫോം മോഷനിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ആളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. വലിയൊരു പേരാണ്, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ? ഓക്കെ, ഇവിടെ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. രണ്ടും ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസുകളാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തേനെ ഞാൻ വിളിക്കുന്ന പേരാണ് എഫ്. രണ്ടാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഞാൻ വിളിച്ചു എഫ് ഡാഷ്. ഓക്കെ, എഫും എഫ് ഡാഷും. ഈ എഫ് ഡാഷ് എന്ന് പറയുന്ന ഈ ഫ്രെയിം ഒരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി വെലോസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ എഫ് എന്ന് പറയുന്ന ഈ ഫ്രെയിം എന്ന് നോക്കുന്ന സമയത്ത് ഈ എഫ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. എഫ് എന്ന് നോക്കുകയാണ് ഞാൻ. അപ്പൊ ഈ ഫ്രെയിം എഫ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിം നോക്കുന്ന സമയത്ത് എഫ് ഡാഷ് എന്ന് പറയുന്ന ഈ മറ്റൊരു ഫ്രെയിം എന്താണ്? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഫ്രെയിം റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇത് റെസ്റ്റിലാണ്. ഇതെന്തിലാണ്? ഇത് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. യൂണിഫോം മോഷനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് എഫും എഫ് ഡാഷും എന്ത് ഫ്രെയിംസ് ആണ്? ഇനേർഷ്യൽ ഫ്രെയിം ആണ്. കാരണം എന്താണ്? ആക്സലറേറ്റ് ചെയ്യുന്നില്ല, ആക്സലറേഷൻ ഇല്ല. ഒന്ന് റെസ്റ്റിലാണ്, മറ്റൊന്ന് എന്താ? യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഞാൻ ഈ രണ്ട് ഫ്രെയിമിന്റെയും കോർഡിനേറ്റ്സുകളൊന്ന് മാർക്ക് ചെയ്യാണ്. ഇത് എക്സ്, ദിസ് ഇസ് വൈ, ദിസ് ഇസ് സെഡ്. ഇനി അടുത്ത എഫ് ഡാഷിന് എന്തായിരിക്കും? എഫ് ഡാഷ് എന്ന് ഞാൻ ഇട്ടു. അപ്പൊ ഞാൻ എക്സിന് പകരം എസ് ഡാഷ് എന്ന് കൊടുത്തു, വൈക്ക് പകരം വൈ ഡാഷ് എന്ന് കൊടുത്തു, സെഡിന് പകരം സെഡ് ഡാഷ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ പി എന്ന് പറയുന്ന ഈ പോയിന്റിനെ എനിക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെങ്ങനെയാണ്? ഒന്ന് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കുന്ന സമയത്ത് ഈ പിന്റെ പൊസിഷൻ എന്താണെന്ന് പറയാൻ പറ്റും. മറ്റൊന്ന് ഈ എഫ് ഡാഷ് എന്ന് പറയുന്ന ഈ ഫ്രെയിം ഒന്നും നമുക്ക് ഇതിന്റെ പൊസിഷൻ പറയാൻ പറ്റും. ആദ്യം ഞാൻ ഇവിടെ നോക്കുകയാണ്. എഫ് ഫ്രെയിം എന്ന് നോക്കുന്ന നേരത്ത് ഇതിന്റെ പൊസിഷൻ പറയാൻ പോവാണ്. പൊസിഷൻ പറയാൻ പൊസിഷൻ അടയാളപ്പെടുത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ എക്സ്, വൈ, സെഡ്
അതായത് ഞാൻ ഏത് ഫ്രെയിമിൽ നോക്കുന്നത്, എഫ് എന്നാണ് നോക്കുന്നത്. എഫ് എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ കോർഡിനേറ്റ്സ് ഉള്ള എക്സും വൈയും സെഡും ആണ്. അതുകൊണ്ടാണ് എൻ്റെ ഇത് എക്സ് വൈ സെഡ് എന്ന് എഴുതിയത്. അത് കൂടാതെ ഒരാളും കൂടെ വരും, ദാറ്റ് ഈസ് ടൈം ആണ്. എഫ് എന്ന് നോക്കുന്ന നേരത്ത് ആ പോയിന്റിലുള്ള ടൈമിനെ കൂടി നമ്മൾ പറയാണ്. അതിന് ഡീറ്റെയിൽ ആയി പോകുന്നില്ല, മനസ്സിലാക്കി വെക്കുക. നമ്മൾ വരുന്ന ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. ഇനി നമ്മൾ എഫ് എന്ന് പറയുന്ന ഈ ഫ്രെയിം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ഏത് ഫ്രെയിമാണുള്ളത്? എഫ് ഡാഷ് എന്ന ഫ്രെയിമാണ്. ഈ എഫ് ഡാഷ് എന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ പൊസിഷൻ എങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം നോക്കാം. എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് ടി ഡാഷ് അല്ലേ? കാരണം എഫ് ഡാഷ് ആയതുകൊണ്ടാണ് ഡാഷ് ഇട്ടത്. ഇനി ഇവിടെ എഫ് ഡാഷിൽ നിന്നും ഈ പിയിലേക്കുള്ള ദൂരം മാർക്ക് ചെയ്യാണ്. ഈ ദൂരം ഞാൻ എക്സ് ഡാഷ് എന്നെടുത്തു, എസ് ഡാഷ് എന്നെടുത്തു. ഇനി ഈ പി എന്ന പോയിന്റിലേക്ക് എഫ് എന്ന ഫ്രെയിമിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അത് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. എഫ് എന്ന ഫ്രെയിമിലേക്ക് പിയിലേക്കുള്ള ദൂരമാണ് ഇവിടെ കൊടുത്തിട്ടത്. അത് ഞാൻ എക്സ് എന്ന് വിളിച്ചു, എക്സ്. മറ്റേത് എക്സ് ഡാഷ്. അപ്പോൾ ഈ എക്സിനെ എക്സ് ഡാഷിനെ എനിക്ക് ബന്ധിപ്പിക്കാൻ കഴിയും. എങ്ങനെയാണ്? എഫ് എന്ന ഫ്രെയിമും എഫ് ഡാഷ് എന്ന ഫ്രെയിമും എത്ര ദൂരത്തിലാവുന്നത്? ആ അകലം മാർക്ക് ചെയ്യാണ്. ഈ അകലം എത്രയാണ്? എഫ് ഡാഷ് എന്ന ഫ്രെയിം മൂവ് ചെയ്യുന്നത് വി വെലോസിറ്റിയിലാണ്. വി വെലോസിറ്റിയിൽ ഇവിടെ എത്തിയപ്പോൾ ഉള്ള ടൈം എത്രയാണ്? ടി ആണ്. ഈ ഫ്രെയിം വെച്ച് നോക്കുന്ന സമയത്ത് ടി ടൈം ആണ്. അപ്പോൾ വെലോസിറ്റിയും ടിയും, അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ഇൻറ്റു ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, ഒരു കാര്യം മനസ്സിലായി. ഈ എസ് ഡാഷ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിൽ നിന്നും വി ടി എന്ന ഡിസ്റ്റൻസ് കുറച്ചാൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ട് പൊസിഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസുകളെ തമ്മിൽ റിലേറ്റ് ചെയ്തു. ഈ റിലേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നു. എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ക്വാണ്ടിറ്റീസ് സച്ച് ആസ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഫ്രം വൺ ഇനീഷ്യൽ ഫ്രെയിം ടു അനദർ. ഒരു ഇനീഷ്യൽ ഫ്രെയിമിൽ നിന്നും മറ്റൊരു ഇനീഷ്യൽ ഫ്രെയിമിലേക്ക് ക്വാണ്ടിറ്റീസിന്, അതായത് പൊസിഷൻ, വെലോസിറ്റി, ഇവ തമ്മിൽ ബന്ധിപ്പിക്കുക, ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുക. അതിനെയാണ് എന്ന് വിളിക്കുക? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഡൺ ബിറ്റ്വീൻ ടു ഇനേർഷ്യൽ സിസ്റ്റംസ് നോൺ ആസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. രണ്ട് ഇനേർഷ്യൽ സിസ്റ്റങ്ങൾ തമ്മിലാണ് എപ്പോഴും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഇക്വേഷൻസ് റിലേറ്റിംഗ് ദ ടു സെറ്റ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഓഫ് ദ ഇവന്റ് ഇൻ ദ ടു ഫ്രെയിംസ് ആർ കോൾഡ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. നമ്മളിവിടെ ഈ പൊസിഷനെ ബന്ധിപ്പിച്ച് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി അല്ലേ? ഇത്തരം ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ എന്താണ് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യലി അതായത് ടൈം 0 ആയിരിക്കും. ടൈം 0 ആവുന്ന സമയത്ത് ഈ രണ്ട് ഫ്രെയിമിന്റെയും ഒറിജിനുകൾ കോയിൻസൈഡ് ചെയ്തിരിക്കണം. ഈ ഒറിജിൻസ് ടൈം 0 ആവുന്ന സമയത്ത് കോയിൻസൈഡ് ആയിരിക്കണം. അപ്പൊ ആദ്യം ഈ ഫ്രെയിം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ ഫ്രെയിം ഈ എഫ് എന്ന ഫ്രെയിമിന്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്സിസുകൾ പാരലൽ ആയിരിക്കണം. പാരലൽ. നോക്കൂ, ഇവിടെ നോക്കൂ, എക്സ് ആക്സിസും ഈ എച്ച് ആക്സിസും പാരലാണ്. രണ്ട് ഫ്രെയിമുകളിൽ എക്സ് ആക്സിസുകൾ പാരലാണ്, വൈ ആക്സിസുകൾ പാരലാണ്, സെഡ് ആക്സിസുകളും പാരലാണ്.
അതാണ് അടുത്ത കണ്ടീഷൻ. ഇനി മറ്റൊരു കണ്ടീഷൻ, അവസാനത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഫ്രെയിം യൂണിഫോം മോഷനിലാണ് അല്ലേ. സെക്കൻഡ് ഫ്രെയിം യൂണിഫോം മോഷനിലായിരിക്കണം. ഇതാണ് 3 കണ്ടീഷൻസ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടീഷൻ ഫോർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഒന്നെന്താണ്? അറ്റ് t = 0 ഒറിജിൻ ഓഫ് ബോത്ത് ഫ്രെയിംസ് മസ്റ്റ് ബി കോയിൻസൈഡ് ഈച്ച് അതർ. രണ്ടാമത്തെ എന്താണ്? ആക്സിസ് ഓഫ് ബോത്ത് ഫ്രെയിംസ് മസ്റ്റ് ബി പാരലൽ ഈച്ച് അതർ. ആക്സിസുകൾ പാരലൽ ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്താ? സെക്കൻഡ് ഫ്രെയിം മസ്റ്റ് ബി മൂവ്ഡ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ഫ്രെയിം. ഫസ്റ്റ് ഫ്രെയിമിനെ അപേക്ഷിച്ച് ഈ സെക്കൻഡ് ഫ്രെയിം എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇത്രയാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. ഇനി നേരത്തെ പറഞ്ഞു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ കുറിച്ച്. ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കി, എക്സ് ഡാഷ് ഇസിക്കൽ എക്സ് മൈനസ് വി ടി. അപ്പോൾ അത് ഞാനിവിടെ എഴുതാണ്. നേരത്തെ കണ്ടെത്തിയ ഇക്വേഷനാണ് എക്സ് ഡാഷ് ഇസിക്കൽ ടു എക്സ് മൈനസ് വി ടി. ഇതാണ് ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ്? ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. എക്സ് വൈ സെഡുകൾ എങ്ങനെ മാറും, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു റെസ്റ്റിലിരിക്കുന്ന ഇനേർഷ്യൽ ഫ്രെയിമും മൂവ് ചെയ്യുന്ന ഇനേർഷ്യൽ ഫ്രെയിമും തമ്മിൽ കോർഡിനേറ്റ്സുകൾ എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, എക്സ് ഡാഷ് ഇസിക്കൽ ടു എക്സ് മൈനസ് വി ടി. ഇനി രണ്ടാമത്തത് വൈ ഡാഷ്. വൈ ഡാഷ് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ചിത്രത്തിൽ കാണാം. ഈ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന നേരത്ത് എഫ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം എന്നുള്ള ദൂരവും എഫ് എന്ന ഫ്രെയിം എന്നുള്ള ഈ ദൂരവും വൈ ഡയറക്ഷനുള്ള ദൂരം രണ്ടും സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? വൈ ഡാഷ് ഇസിക്കൽ ടു വൈ. വൈ ഡാഷ് ഇസിക്കൽ ടു വൈ, സെക്കൻഡ് ഇക്വേഷൻ. ഇതേപോലെ തന്നെയാണ് സെഡും. സെഡ് ഡാഷ് ഇസിക്കൽ ടു സെഡ്. ടൈമിലും ഒരു മാറ്റവും വരുന്നില്ല. ടി ഡാഷ് ഇസിക്കൽ ടു ടി. ഈ 4 ഇക്വേഷനെ ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത്? ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് ഡാഷ് ഇസിക്കൽ ടു എക്സ് മൈനസ് വി ടി. രണ്ടാമത്തത് വൈ ഡാഷ് ഇസിക്കൽ ടു വൈ. 3 സെഡ് ഡാഷ് ഇസിക്കൽ ടു സെഡ്, ടി ഡാഷ് ഇസിക്കൽ ടു ടി. ഇക്വേഷൻ്റെ പേര് ഇതിന് 3 എന്ന് കൊടുക്കാം, 4 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. നമ്മളിപ്പോൾ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് കണ്ടു. ഇനി അടുത്തതാണ് വെലോസിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ 3 ഇക്വേഷനെയും ആദ്യത്തെ 3 ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി എക്സ് ഡാഷ് ഡിവൈഡ് ബൈ ഡി ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി മൈനസ് ഡി ബൈ ഡി ടി ഓഫ് വി ടി. ഡി എസ് ഡാഷ് ബൈ ഡി ടി വെലോസിറ്റി നമ്മൾ യു എന്ന് വിളിക്കും. യു എസ് ഡാഷിലാണ്, അപ്പോൾ യു എക്സ് എന്ന് കൊടുത്തു സഫിക്സ് ആയിട്ട് എക്സ്. ഏത് ഫ്രെയിമാണ്? എഫ് ഡാഷിലാണ്, അതുകൊണ്ട് ഇവിടെയൊക്കെ ഡാഷ് ഇട്ടുകൊണ്ട് യു എസ് ഡാഷ്. ഓക്കെ. ഡി എസ് ബൈ ഡി ടി എങ്ങനെ എഴുതാം? യു എക്സ് എന്ന് എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് വി ടി നമുക്കറിയാം വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് ആണ് അല്ലേ. സെക്കൻഡ് ഫ്രെയിം മൂവ് ചെയ്യുന്ന ഒരു യൂണിഫോം വെലോസിറ്റിയാണ്, വി കോൺസ്റ്റന്റ് ആണ്. വി പുറത്തെടുത്താൽ ഡി ടി ബൈ ഡി ടി. ഇപ്പം എന്ത് വരും? യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി. ഒരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ ഇക്വേഷൻ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ്. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? യു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു വൈ. ഒരു വ്യത്യാസം വരുന്നില്ല. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു സെഡ്. ഇതിനെ ഡെറിവേറ്റ് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന നേരത്ത് ടൈം ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? യു സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു യു സെഡ്. അപ്പം 3 വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഒന്ന് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തത്
3 ഇക്വേഷൻസ്. വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. എക്സിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത് അല്ലേ. യു എസ് ഡാഷ് ഇസ് ഇക്വൽ ടു യു എസ് മൈനസ് വി, യു വൈ ഡാഷ് ഇസ് ഇക്വൽ ടു യു വൈ, യു സെഡ് ഡാഷ് ഇക്വൽ ടു യു സെഡ്. സെഡിലും വൈയിലുള്ള വെലോസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ. ഇനി അടുത്തത് ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അവിടെ നമ്മൾ ഈ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ ഒന്നുകൂടെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. അത് വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത്, ആക്സിലറേഷൻ. അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നത് യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്, യു എസ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എക്സ് മൈനസ് വി. അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡി യു എക്സ് ഡാഷ് ഡിവൈഡ് ബൈ ഡി ടി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി യു എക്സ് ബൈ ഡി ടി മൈനസ് ഡി വി ബൈ ഡി ടി. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ യു എസ് ഡാഷ് ബൈ ഡി ടി. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എക്സ് ഡയറക്ഷനിലാണ്, എ എക്സ് എന്ന് എഴുതാം, എ എക്സ് ഡാഷ്. ഓക്കെ. ഡി യു എസ് ബൈ ഡി ടി നമുക്ക് എങ്ങനെ എഴുതാം, എ എക്സ് എന്ന് എഴുതാം. ഇനി അടുത്തത് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്താണ്, 0 ആണ്. കാരണം വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ആണ്, അതായത് ഫ്രെയിം മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ്, അതെന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ എ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എ എക്സ് എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ, യു വൈ ഡാഷ്, വൈ ആക്സിസിലെ വെലോസിറ്റി എന്തായിരുന്നു, യു വൈ ആണ്. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുത്താൽ എന്തായിരിക്കും, എ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എ വൈ. അടുത്തത് എന്താ, സിമിലർലി എ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ സെഡ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നോക്കാം, ആദ്യം നമ്മൾ എന്താണ് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എടുത്തു. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്, എക്സിൽ ഇവിടെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ, ബാക്കി എല്ലാ കോർഡിനേറ്റ്സും 2 ഫ്രെയിമിലും ഈക്വൽ ആണ്. ഇനി ഇവിടെ നോക്കുക, ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ, യു എക്സ് എസ് ഡയറക്ഷൻ വെലോസിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്, വൈയിലും സെഡിലും ഒരു മാറ്റം വരുന്നില്ല. ഇനി ഗലീലിയൻ ആക്സിലറേഷൻ ട്രാൻസ്ഫോർമേഷൻ, ഇതിനകത്ത് നോക്കുന്ന സമയത്ത് കാണാം എക്സിലും വൈയിലും സെഡിലും ആക്സിലറേഷൻ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ ആക്സിലറേഷൻ വാരി ചെയ്യുന്നില്ല എന്ന് പറയാം അല്ലേ, വാരി ചെയ്യുന്നത് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്താണ്, ആക്സിലറേഷൻ വാരി ചെയ്യുന്നില്ല. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഇൻവേരിയന്റ്. ആക്സിലറേഷൻ ഈസ് ഇൻവേരിയന്റ്. എവിടെ, നമ്മളൊരു ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന സമയത്ത് അവിടെ ആരാണ് ഇൻവേരിയന്റ് ആയി നിൽക്കുന്നത്, ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് ഇൻവേരിയന്റ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ആക്സിലറേഷൻ മാറുന്നില്ല, ബാക്കി എല്ലാവരും മാറും. അപ്പോൾ ഇതിന് ഗലീലിയൻ ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ പറയുക. എന്നാണ് ഗലീലിയൻ ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി. ഓക്കെ. ഹൈപ്പോത്തസിസ് ഓഫ് ഗലീലിയൻ ഇൻവേരിയൻസ് ഓർ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസ് ഓഫ് ഗലീലിയൻ ഇൻവേരിയൻസ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആക്സിലറേഷൻ എന്താണ്, 2 ഫ്രെയിമിലും മാറുന്നില്ല. റെസ്റ്റിലുള്ള ഫ്രെയിമിലും യൂണിഫോംലി മൂവ് ചെയ്യുന്ന ഫ്രെയിമിലും ആക്സിലറേഷൻ എന്താണ്, ഒരു മാറ്റം സംഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ എന്താ, അതിലെ ഫോഴ്സ് എന്താണ്, ഫോഴ്സിന് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഐഡന്റിക്കൽ ഇൻ all reference frames which moves with a uniform velocity with respect to another. അതായത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമുകൾ ഒന്നിനെ മറ്റൊന്നിലേക്ക് നോക്കുന്ന സമയത്ത് യൂണിഫോം ആയിട്ടാണ് വെലോസിറ്റി ഉള്ളത്. അങ്ങനെയുള്ള എല്ലാ ഫ്രെയിമിലും എന്തായിരിക്കും, ഫിസിക്സിന്റെ എല്ലാ ലോസും സെയിം ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും, എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ദ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഇൻവാരിയന്റ് in form in 2 reference frames
കണക്റ്റഡ് ബൈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വഴി കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിനും ഫിസിക്സിന്റെ ലോ എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഇതിന് മറ്റൊരു രീതിയിൽ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണം എടുക്കാം. നമ്മൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫീലിങ്ങും, ഒരു ഷിപ്പ് സങ്കല്പിക്കാം, ഒരു കപ്പൽ. ആ കപ്പൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കാം, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കാം. അവിടെ കളിക്കുന്നതും നമ്മൾ ഗ്രൗണ്ട് കളിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതായത് നമുക്കുണ്ടാകുന്ന ഫീലിങ്ങിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്ന നേരത്ത് തോന്നും ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല, അപ്പോൾ വീഴുമായിരുന്നു. ഇല്ല, യൂണിഫോം വെലോസിറ്റിയിലാണ് ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? വീഴില്ല. അതേസമയം ആക്സിലറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഷിപ്പ് ആക്സിലറേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് വീഴാനുള്ള സാധ്യത, നമ്മൾ ഒരു കിക്ക് എടുക്കുന്ന നേരത്ത് വീണു പോകും. അല്ലാത്ത സമയത്ത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഷിപ്പിൽ ഫുട്ബോൾ കളിക്കുന്നു, ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്നു തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതാണ് ഇതിൽ ഈ ഹൈപ്പോത്തസിസ് ഓഫ് ഗലീലിയൻ ഇൻവാരിയൻസിൽ ചുരുക്കി സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇനി റിലേറ്റിവിറ്റിയിൽ വരികയാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. മെക്കാനിക്സിൽ ഇതാണ് അവസ്ഥ. അതായത് എല്ലാ ഫ്രെയിമിലുള്ളതും ഇൻവാരിയന്റ് എന്ന് പറയുന്ന ആക്സിലറേഷൻ ഇൻവാരിയന്റ് ആയിരിക്കും. ഇനി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരികയാണ്. അവിടെ നമ്മുടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അല്ല വാലിഡ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ അവിടെ വർക്കാവില്ല. റിലേറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് വസ്തുക്കൾ, ഒബ്ജക്റ്റുകൾ എന്താണ്? സ്പീഡിന്റെ ലൈറ്റിൽ മൂവ് ചെയ്യാണ്, ലൈറ്റിന്റെ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താണ്? ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വർക്ക് ചെയ്യില്ല. അവിടെ മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. ദ ബേസിക് ലോസ് ഓഫ് ഫിസിക്സ് ആർ ഇൻവേരിയന്റ് ഇൻ ഫോം ഇൻ ടു റെഫറൻസ് ഫ്രെയിംസ് കണക്റ്റഡ് ബൈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അത് റിലേറ്റിവിറ്റി മറ്റൊരു ഭാഗത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചോദ്യം, അതായത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനും ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ ഈ റിലേഷൻസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില ക്വസ്റ്റ്യനുകൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ആസ് ഒബ്സർവ്ഡ് ബൈ ടു ഒബ്സർവേഴ്സ് ഇൻ ടു ഇനീഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഈസ് ദ സെയിം അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അതായത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ രണ്ട് ഇനീഷ്യൽ ഫ്രെയിമിലൂടെയും നോക്കുന്ന ഫോഴ്സ് സെയിം ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ രണ്ട് ഇനീഷ്യൽ ഫ്രെയിം വരയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ട്രാൻസ്ഫോർമേഷൻ? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഇത് എന്താണ്? വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇത് എഫ് എന്ന ഫ്രെയിം, ഇത് എഫ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം. എഫ് ഡാഷ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഇതെന്താണ്? എഫ് എന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ. ഇനി ഇവിടെ ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഒബ്ജക്റ്റ് എം മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ ഫോഴ്സ് രണ്ട് ഫ്രെയിമിലായിട്ട്, ഈ മാസ് ഒരു ഫോഴ്സിന് വിധേയായി. ഞാനിവിടെ ആദ്യം ആക്സിസ് മാർക്ക് ചെയ്യാം. എക്സ് ഡാഷ്, സെഡ് ഡാഷ്, വൈ ഡാഷ്. ദിസ് ഈസ് എക്സ് ഡാഷ് and this is y, x, y, z. ഓക്കെ. അപ്പോൾ രണ്ട് ഫ്രെയിം ഒന്നും ഫോഴ്സ് കാൽക്കുലേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നതാണ്, ആദ്യം ഒബ്സർവിങ് from the frame F എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രെയിമിൽ നിന്ന് ഞാൻ ഈ ഫോഴ്സിനെ കാണാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഫോഴ്സിനെ കാണുന്ന നേരത്ത് എന്താണ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്.
അപ്പോൾ ഞാൻ ആദ്യം മൊമെൻ്റ് കാണാൻ പോവാണ്. ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും ആദ്യം കാണാൻ പോവാണ്. അപ്പോൾ എവിടുന്ന് ഏത് ഫ്രെയിമിൽ നമ്മൾ നോക്കുന്നത്? എഫ് എന്ന് പറയുന്ന ഫ്രെയിമിൽ. അപ്പോൾ ഞാൻ എഴുതുന്നു ഇനീഷ്യൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റ് എത്രയായിരിക്കും? എം ഇൻറ്റു u1 എന്ന് കൊടുത്തു. മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി u1 എന്ന് കൊടുത്തു. ഓക്കെ. ഇനി ഫൈനൽ മൊമെൻറ്റ് എന്തായിരിക്കും? ഫൈനൽ മൊമെൻറ്റം മാസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, മാസ് അങ്ങനെ തന്നെ. വെലോസിറ്റി മാറി. ഫൈനൽ വെലോസിറ്റി ഞാൻ എന്ത് കൊടുത്തു? u2 എന്ന് കൊടുത്തു. അപ്പം ഇനീഷ്യൽ മൊമെൻറ്റം mu1, ഫൈനൽ മൊമെൻറ്റം mu2. ഇനി ഫോഴ്സ് കാണുകയാണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം. നോക്കാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. എഫ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം പറഞ്ഞേ. ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. എങ്ങനെ എഴുതാം? mu2 മൈനസ് mu1 ഡിവൈഡഡ് ബൈ ടി. ഓക്കെ അല്ലേ? അപ്പോൾ എഴുതാം എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു u2 മൈനസ് u1 ഡിവൈഡഡ് ബൈ ടി. ഇതാണെന്ത്? റെസ്റ്റിലുള്ള ഇനീഷ്യൽ ഫ്രെയിം നോക്കുന്നുള്ള മൊമെൻറ്റം. ഇനി എഫ് ഡാഷ് എന്നുള്ള മൊമെൻ്റ് ഫോഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത ഇതാണ് ഒബ്സർവിങ് from the frame f dash. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം? ആദ്യം ഇനീഷ്യൽ മൊമെന്റ് കാണണം, ഫൈനൽ മൊമെന്റും പിന്നെ ഫോഴ്സ്. അപ്പോൾ പറഞ്ഞേ ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു എം. അവിടെ u1 ആണ്, ഇവിടെ എന്താവും? u1 ഡാഷ്. ഇനി ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു എം u2 ഡാഷ്. അപ്പോൾ നമുക്കറിയാം u1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. u1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? u മൈനസ് v. us മൈനസ് v ആയിരുന്നു എക്സ് ഡയറക്ഷനിൽ. ജനറൽ ആയിട്ട് പറയുന്ന സമയത്ത് u മൈനസ് v. ഓക്കെ. സോ m ഇൻറ്റു u ഡാഷിന് പകരം എന്തെന്ന് കൊടുക്കാം? u1 മൈനസ് v. ക്ലിയർ ആണല്ലോ? അപ്പോൾ u2 ഡാഷ് എന്ന് എങ്ങനെ വിളിക്കാം? u2 മൈനസ് v. m ഇൻറ്റു u2 മൈനസ് v. ഇനി ഞാൻ എന്ത് കാണാൻ പോവാണ്? ഫോഴ്സ് കാണാൻ പോവാണ്. ഫോഴ്സ് എന്തായിരുന്നു? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് ആദ്യം കാണാം. ഫൈനൽ മൊമെന്റ് മൈനസ് ഇനീഷ്യൽ മൊമെന്റ്. ഞാൻ ഇവിടെ നിന്ന് എഴുതാം എം ഇൻറ്റു u2 മൈനസ് v മൈനസ് എം ഇൻറ്റു u1 മൈനസ് v ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഓൾ ഡിവൈഡ് ബൈ ടി. ഓക്കെ. ഇനി നോക്കാം. എം ഇൻറ്റു എം കോമൺ ആണ്, എമ്മിന് പുറത്തെടുത്ത്. ബാക്കി ആയിരിക്കുള്ളത് u2 മൈനസ് v. എം പുറത്തെടുത്ത്. ഈ മൈനസും മൈനസ് ഇൻറ്റു u1. അപ്പം എന്താ? മൈനസ് u1. അടുത്തത് നോക്കാം. മൈനസ് ഇൻറ്റു മൈനസ് v. മൈനസ് ഇൻറ്റു മൈനസ് v എന്താവും? പ്ലസ് v. സോ പ്ലസ് v ഹോൾ ഡിവൈഡ് ബൈ എന്താ? ടി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, പ്ലസ് v ക്യാൻസൽ,
മൈനസ് വി ക്യാൻസൽ. ബാക്കി ആരാളുള്ളത്? ബാക്കി എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ബ്രാക്കറ്റിൽ ആരാ ബാക്കിയുള്ളത്? u2 മൈനസ് u1 ഹോൾ ഡിവൈഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ നോക്കുക, എഫ് ഡാഷ് ഫ്രെയിമിൽ കണ്ട ഫോഴ്സ് എന്താണ്? എം ഇൻറ്റു u2 മൈനസ് u1 ബൈ ടി. ഇനി ഒബ്സർവിങ് ഫ്രം എഫ് എന്ന് പറഞ്ഞ ഫ്രെയിമിൽ കണ്ട ഫോഴ്സ് എന്താണ്? എഫ് ഇസ് ഈക്വൽ എം u2 മൈനസ് u1 ബൈ ടി. രണ്ടും സെയിം ആയി, രണ്ട് ഫോഴ്സുകളും സെയിം ആണെന്ന് നമ്മൾ തെളിയിച്ചു. രണ്ട് ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 1 equal to 2 proved. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ലെങ്ത് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അതായത് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്, അതിൽ ഒരു ലെങ്ത്, ഒരു റോഡ് കൺസിഡർ ചെയ്യാം. ഒരു റോഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതും ഒരു ഡിസ്റ്റൻസ് ആണല്ലേ. ആ ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്യുന്ന ഫ്രെയിം എഫ് ഡാഷ് എന്ന് നോക്കുമ്പോഴും എഫ് എന്ന് നോക്കുമ്പോഴും എന്ത് വ്യത്യാസമാണുള്ളത്? അതിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതാണ് നമ്മളിവിടെ തെളിയിക്കാൻ പോകുന്നത്. ഷോ ദാറ്റ് ദ ലെങ്ത് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് ഇൻവാരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. രണ്ട് ഫ്രെയിമിലൂടെ നോക്കുന്ന നേരത്തും ലെങ്ത്തിന് ഒരു വേരിയേഷൻ ഉണ്ടാവുന്നില്ല. ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ നോക്കുകയാണ്, ഷോ ചെയ്യണം, തെളിയിക്കാം. ഓക്കെ, രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്, ഒന്ന് റെസ്റ്റിലുള്ളതും ഒന്ന് മൂവ് ചെയ്യുന്നു. യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യാണ്. ഓക്കെ, വി വെലോസിറ്റിയിൽ ഇത് എഫ് ആണ്, എഫ് ഫ്രെയിം, ദിസ് ഈസ് എഫ് ഡാഷ് ഫ്രെയിം. എഫ് ഡാഷ് ഫ്രെയിം യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലെങ്ത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതാണ് ഒരു ലെങ്ത് എന്ന് വിചാരിക്കാം. ദിസ് ഈസ് ദ ലെങ്ത്. ഓക്കെ, അപ്പൊ ഈ ലെങ്ത്തിന് രണ്ട് പോയിന്റ്സ് ഉണ്ട് അല്ലേ? പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഈ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ ഇത് ആദ്യം മാർക്ക് ചെയ്യുന്നു. അപ്പൊ രണ്ട് ഫ്രെയിമിൽ കൂടെ നോക്കുന്നത് രണ്ടായിരിക്കും. ഇതിലെന്താ എങ്ങനെയാണ്? ഇത് എക്സ് സെറ്റ് വൈ, ഇതെങ്ങനെയാണ്? എക്സ് ഡാഷ് സെഡ് ഡാഷ് വൈ ഡാഷ് ആണ്. രണ്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ ഒന്നിന് 1 എന്നും കൊടുക്കണം, ഒന്നിന് 2 എന്നും കൊടുക്കണം. ഇവിടെ ഞാൻ എഫ് എന്ന് നോക്കുന്നത് ഇതിന്റെ പൊസിഷൻ മാർക്ക് ചെയ്യാണ്. അപ്പൊ എന്തായിരിക്കും? x1, y1, z1. ഇനി ഇതേ പോയിന്റ് തന്നെ എഫ് ഡാഷ് നോക്കുന്നിടത്ത് എങ്ങനെയായിരിക്കും? x1 ഡാഷ് y1 ഡാഷ് z1 ഡാഷ്. ഈ പോയിന്റ് ആണ് ഈ പോയിന്റ്. ഇനി ഈ പോയിന്റ് രണ്ടാമത്തെ പോയിന്റിന് എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ പോയിന്റ് എഫ് എന്ന ഫ്രെയിം നോക്കുന്ന നേരത്ത് s2 y2 z2 ഓക്കെ. എഫ് ഡാഷ് നോക്കുന്ന നേരത്തോ s2 ഡാഷ് y2 ഡാഷ് z2 ഡാഷ്. രണ്ട് ഫ്രെയിമിനുള്ള ആ രണ്ട് പോയിന്റുകൾ നമ്മൾ എഴുതി. ഇനി നോക്കുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. രണ്ട് പോയിന്റിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് എങ്ങനെ കാണാം? നമ്മൾ ആദ്യം നോക്കുന്നത് എഫ് എന്ന ഫ്രെയിമിൽ വിത്ത് റെസ്പെക്ട് ടു എഫ്, with respect to the frame F. എഫിൽ നിന്ന് നോക്കുന്ന നേരത്തെ ഇതിന്റെ ലെങ്ത് ആണ്.
അപ്പോൾ ലെങ്ത് രണ്ട് പൊസിഷൻ കിട്ടിയ ലെങ്ത് എങ്ങനെ കാണാം? എൽ ഇസ് ഈക്വൽ ടു പറഞ്ഞേ S2 മൈനസ് S1 ദി ഹോൾ സ്ക്വയർ പ്ലസ് Y2 മൈനസ് Y1 ദി ഹോൾ സ്ക്വയർ പ്ലസ് Z2 മൈനസ് സപ്പോസ് രണ്ട് വേരിയബിൾ മാത്രമായിരിക്കും x1 y1 s2 y2 ഇങ്ങനെ രണ്ട് പോയിന്റ്സ് ആയിരിക്കാം. ഇത് തമ്മിലുള്ള ലെങ്ത് ഡിസ്റ്റൻസ് കാണാൻ എങ്ങനെയാ? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. ഇതാണ് രണ്ട് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. റൂട്ട് ഓഫ് s2 മൈനസ് s1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 3 ടേംസ് ഉണ്ട് അല്ലേ? എസ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പോൾ ലെങ്ത് എങ്ങനെ എഴുതാം നമുക്ക്? എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് s2 മൈനസ് s1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ എൽ എവിടെ നോക്കിയപ്പോൾ കണ്ടാണ് എഫ് എന്ന ഫ്രെയിം നോക്കുന്ന നേരത്ത് ഈ രണ്ട് പൊസിഷൻ തമ്മിലുള്ള ലെങ്ത്, ഈ ലെങ്ത് ആണ് എഫ് നോക്കിയപ്പോൾ കണ്ട. ഇത്രയാണ് അതിൻ്റെ വാല്യൂ. ഇനി നമ്മൾ അടുത്ത ഏതാണ്? വിത്ത് റെസ്പെക്ട് ടു ഏത് ഫ്രെയിമാണ്? വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം എഫ് ഡാഷ് എന്ന ഫ്രെയിമിലൂടെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ലെങ്ത് ഇൻഡിക്കേഷൻ പറഞ്ഞേ എൽ ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നേരത്തെ അവിടെ നിന്ന് ഇങ്ങനെ S2 മൈനസ് S1 ഹോൾ സ്ക്വയർ, എഫ് ഡാഷ് ആവുന്ന നേരത്തെ എന്താവും? S2 ഡാഷ് മൈനസ് S1 ഡാഷ് ഹോൾ സ്ക്വയർ, S2 ഡാഷ് മൈനസ് X1 ഡാഷ് ദി ഹോൾ സ്ക്വയർ പ്ലസ് Y2 ഡാഷ് മൈനസ് Y1 ഡാഷ് ദി ഹോൾ സ്ക്വയർ പ്ലസ് Z2 ഡാഷ് മൈനസ് Z1 ഡാഷ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എഫ് ഡാഷ് നോക്കുന്ന ലെങ്ത്. ഇനി നമുക്കറിയാം S2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? S2 ഡാഷ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് VT. നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് VT. എന്താണ്? കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. അപ്പോൾ S2 ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S2 മൈനസ് VT. ഇനി S1 ഡാഷ് എന്ന് പറയുന്നത് എന്താ? S1 ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? S1 ഡാഷ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് VT. സോ നമുക്കിവിടെ ഈ ഫസ്റ്റ് ടേം എന്താ? S2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ S2 ഡാഷ് മൈനസ് S1 ഡാഷ് ഇതാണ് ഫസ്റ്റ് ടേം വരുന്നത് അല്ലേ? അത് നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? S2 മൈനസ് VT മൈനസ് x1 മൈനസ് VT എന്താണ് കിട്ടുന്നത്? ഇവിടെ നോക്കിയേ, S2 മൈനസ് VT മൈനസ് x1 പ്ലസ് VT. ആരൊക്കെ ക്യാൻസൽ ആയി പോകും? മൈനസ് VTയും പ്ലസ് VTയും ക്യാൻസൽ ആയി പോയി. ബാക്കി ആരാള്? x2 മൈനസ് x1 വെച്ചാൽ S2 ഡാഷ് മൈനസ് x1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? S2 മൈനസ് x1 ആണ്. ഓക്കെ, ഇനി അടുത്ത ടേം എന്താ? y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഞാൻ ആദ്യം ഇതാണ് y2 എന്ന് പറഞ്ഞാൽ എന്താണ്? y2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം y ഡാഷ് ഇസ് ഈക്വൽ ടു y ആണ്. y ആക്സിസിൽ ഒരു മാറ്റം വരുന്നില്ല, എക്സിൽ മാത്രമേ വരുന്നത്. x ഡാഷ് ഇസ് ഈക്വൽ ടു എസ് മൈനസ് VT, y ഡാഷ് ഇസ് ഈക്വൽ ടു y, z ഡാഷ് ഇസ് ഈക്വൽ ടു z. ഇതാണ് എന്ത്? കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ മുമ്പ് പഠിച്ചത്. അപ്പോൾ y2 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് y2 ആണ്. ഇനി y1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇറ്റ് ഈസ് y1 ആണ്. സോ y2 ഡാഷ് മൈനസ് y1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? y2 മൈനസ് y1 ആണ്. ഓക്കെ, ഇനി അടുത്തത് z2 ഡാഷ് ഈ ടേം നോക്കാം. z2 ഡാഷ് എന്നാ z2 ഡാഷ് ഇസ് ഈക്വൽ ടു z2, z ഒരു മാറ്റമില്ല. ആൻഡ് z1 ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് z1. അങ്ങനെയാണെങ്കിൽ z2 ഡാഷ് മൈനസ് z1 ഡാഷ് എന്താ? ഇറ്റ് ഈസ് z2 മൈനസ് z1. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. 1, this is 2, 3. ഈ 3 ഇക്വേഷൻ നോക്കാം. S2 മൈനസ് S1 ഡാഷ് ഇസിക്കൽ ടു S2 മൈനസ് S1. അപ്പോൾ ഈ ലെങ്ത്തിന്റെ ആദ്യത്തെ ടേം S2 ഡാഷ് മൈനസ് S1 ഡാഷിന് പകരം എനിക്ക് എങ്ങനെ എഴുതാം? L is equal to root of S2 മൈനസ് x1. S2 മൈനസ് x1 എന്താ? S2 മൈനസ് x1 ആണ്. S2 ഡാഷ് മൈനസ് S1 ഡാഷ് എന്ന് പറയുന്നത് S2 മൈനസ് x1 ആണ്. സോ S2 മൈനസ് x1 ദി ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ടേം എന്താണ്? y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഹോൾ സ്ക്വയർ. നമുക്കറിയാം y2 ഡാഷ് മൈനസ് y1 ഡാഷ് എന്താണ്? y2 മൈനസ് y1 ആണ്. സോ പ്ലസ് y2 മൈനസ് y1 ദി ഹോൾ സ്ക്വയർ. അടുത്തത് ഇതാ z2 ഡാഷ് മൈനസ് z1 ഡാഷ് സ്ക്വയർ. z2 മൈനസ് z2 ഡാഷ് മൈനസ് z1 ഡാഷ് എന്താ? z2 മൈനസ് z1 ആണ്. സോ അടുത്ത ടേം ഇതാ z2 മൈനസ് z1 ദി ഹോൾ സ്ക്വയർ. ഇതാണ് ഏത് ഫ്രെയിമിൽ കൂടെ നോക്കി കണ്ടത്? എഫ് ഡാഷ് എന്ന ഫ്രെയിമിലൂടെ ഈ ലെങ്ത് ഇതാണ്. നമ്മൾ നേരത്തെ കണ്ടു എഫ് എന്ന ഫ്രെയിം നോക്കുന്ന ലെങ്ത് എന്താണ്? ഇതാണ്. ഈ ലെങ്ത്തും സെയിം അല്ലേ? സോ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് കൂടെ നോക്കുന്ന സമയത്തും ലെങ്ത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്നാണ് നമ്മളിവിടെ തെളിയിച്ചത്. ഓക്കെ, നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് ലെങ്ത്തും സെയിം തന്നെയാണ്. ഇനി അടുത്താണ് നോക്കുന്നത് യൂണിഫോംലി ആക്സിലറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിക്കുന്നത് ആക്സിലറേറ്റ് ചെയ്യാത്ത സിസ്റ്റത്തിനെ കുറിച്ചാണ്, ആക്സിലറേറ്റ് ചെയ്യാത്ത ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ചാണ്. അതാണ് എന്ത്? ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ആക്സിലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിനെ തൽക്കാലം മാറ്റി വെക്കുകയാണ്. പക്ഷേ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇനിയും നമുക്ക് ആവശ്യമുണ്ട് മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, എന്താണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ആർ നോട്ട് വാലിഡ് ഈസ് കോൾഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ന്യൂട്ടന്റെ ലോസ് ഒബേ ചെയ്യാത്ത ഫ്രെയിം ഓഫ് റെഫറൻസ്. Since these frames have acceleration, they are also called as accelerated frame of reference. നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് മറ്റൊരു പേര് കൂടി പറയും, എന്താണ്? ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി ഇത്തരം ഫ്രെയിം ഓഫ് റെഫറൻസിന് ഉദാഹരണം ഒരുപാടുണ്ട്. നോക്കാം. എ ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച്ഡ് ടു എ മെരി ഗോ റൗണ്ട്. മെരി ഗോ റൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ വണ്ടർല ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കുട്ടികൾ ഇങ്ങനെ കറങ്ങുന്ന ഒരു കുതിരേൻ്റെ ഒരു ഷേപ്പിലായിട്ട് ഇരുന്ന് കറങ്ങുന്ന മെരിഗോൾ. അതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? നോൺ ഇനേർഷ്യൽ ആണ്. നേരത്തെ പറഞ്ഞു നോൺ ഇനേർഷ്യൽ എന്ന് പറയുന്ന നേരത്ത് അവിടെ എന്താണ്? റൊട്ടേഷൻ വരുന്ന ആൾക്കാർക്ക് എന്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പോൾ മെരിഗോൾ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി എന്താണ്? നോൺ ഇനേർഷ്യൽ ആണ്. ഇനി അടുത്തെന്താണ്? ഐ ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച് ടു എ ജായിന്റ് വീൽ. ഒരു വീലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്. തുടക്കത്തിൽ പറഞ്ഞിട്ടായിരുന്നു ഒരു വീലിന്റെ സെൻട്രലായിട്ടുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ സങ്കല്പിക്കാം. അതെന്തായിരിക്കും? നോൺ ഇനേർഷ്യൽ. എന്താണ്? റൊട്ടേഷൻ ഉണ്ട്. റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് എന്താ? വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന എന്തായാലും എന്തുണ്ട്? അവിടെ ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേറ്റഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ എന്താണ്? നോൺ ഇനേർഷ്യൽ ആണ്. ഇനി അടുത്ത് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഫിക്സ്ഡ് ഓൺ എ ഫ്രീലി ഫാളിംഗ് എലിവേറ്റർ.
അത് നേരത്തെ നമ്മൾ കണ്ടു. എക്സാമ്പിൾ ആയിട്ട് എ ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച് ടു എ കാർ മൂവിങ് വിത്ത് എ യൂണിഫോം സ്പീഡ്. ഒരു കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ ഇനേഷ്യൽ എന്ന് വിളിക്കും. ആണ് എക്സാമ്പിൾസ്. ഇനി അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആൻഡ് ഫിറ്റീഷ്യസ് ഫോഴ്സ് എന്നാണ്. അപ്പോൾ നോൺ ഇനേഷ്യൽ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിറ്റീഷ്യസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ഫ്രെയിമുകൾ ഞാൻ എടുത്തു. ഒന്ന് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഈ കാണുന്നത്. ഇതിന് ഞാൻ എസ് എന്ന് വിളിച്ചു. എസ്. മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് എസ് ഡാഷ് എന്ന പേരുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് A0 എന്ന് പറഞ്ഞ ഒരു ആക്സിലറേഷനിൽ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്? നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഓക്കെ. ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു മാസ് ഉണ്ട് വിചാരിക്കാം. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ട്. പിന്നെ ഞാൻ എ എന്ന് വിളിച്ചു. ഓക്കെ. ഇനി നമുക്കറിയാം വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്താണ്? യു എസ് ഡാഷ് ഇസ് ഈക്വൽ ടു യു എച്ച് മൈനസ് വി അല്ലേ? അപ്പോൾ ഇതിനെ ജനറൽ ആയിട്ട് നമ്മൾ പറയും യു ഇസ് ഈക്വൽ ടു യു ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് വി. ഇനി നമ്മൾ ഇതിനെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അതായത് നമ്മൾ ആക്സിലറേഷൻ കാണാൻ പോവാം. ആക്സിലറേഷൻ കാണാൻ വെലോസിറ്റി ബൈ ടൈം, ടൈം ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ടൈം ഡെറിവേറ്റീവ് ഞാൻ എടുക്കുന്നത് ശ്രദ്ധിച്ചോളൂ. du dash by dt dash is equal to du by dt minus dv by dt. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ നമ്മൾ എടുത്തപ്പം വി എന്തായിരുന്നു? വി കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യുന്നതാണ് വി എന്ന് പറയുന്നത്, ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. പക്ഷെ ഇവിടെ ഈ സെക്കൻഡ് ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞാൽ നോൺ ഇനേഷ്യൽ ആണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് സെയിം വെലോസിറ്റി അല്ല, വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് ആക്സിലറേഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഈ ഡി വി ബൈ ഡി ടി എനിക്ക് 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം വി ഒരു കോൺസ്റ്റന്റ് അല്ല. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഡി യു ഡാഷ് ബൈ ഡി ടി ഡാഷ് ഈക്വൽ ടു ഡി യു ബൈ ഡി ടി മൈനസ് ഡി വി ബൈ ഡി ടി. ഇത് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഡി യു ഡാഷ് ബൈ ഡി ടി ഡാഷ് നമുക്ക് ആക്സിലറേഷൻ ആയിട്ട് എഴുതാം. എ ഡാഷ് ആക്സിലറേഷൻ എ, സെക്കൻഡ് ഫ്രെയിം ആയതുകൊണ്ട് എ ഡാഷ് എന്ന് കൊടുത്തു. എ ഡാഷ് എസ് ഡാഷ് ആയിരുന്നു സെക്കൻഡ് ഫ്രെയിം, അപ്പം എ ഡാഷ്. ഡി യു ബൈ ഡി ടിന് എന്ത് കൊടുക്കാം? ഡി യു ബൈ ഡി ടി ഈസ് എ, അതായത് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ എ. അടുത്ത് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് 0 അല്ല, ഇതിൻ്റെ ആക്സിലറേഷൻ, അതായത് ഈ ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ആണ് എന്ത്? ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? A0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി വി ബൈ ഡി ടി നമുക്ക് എന്ത് ചെയ്താം? A0. ഓക്കെ. ഇനി നോക്കുകയാണ് നമ്മൾ എസ് ഡാഷ് എന്ന ഈ ഫ്രെയിമിലൂടെ ഈ ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിനുള്ള ഫോഴ്സ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പം എന്ത് ചെയ്യാം? ഫോഴ്സ് acting on the object with respect to എസ് ഡാഷ് എന്ന ഫ്രെയിം നോക്കുന്ന നേരത്ത് ഉള്ള ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് എങ്ങനെ കാണാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ എസ് ഡാഷ് നോക്കുന്ന ആക്സിലറേഷൻ എത്രയാണ്? എ ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം, ഫോഴ്സിന് എങ്ങനെ എഴുതാം? F dash is equal to m a dash, which is equal to m into a minus a0. Okay. ഇനി F dash is equal to ഇതിനെ മാറ്റി എഴുതാണ് m
എം എ മൈനസ് എം എ 0. ഓക്കെ, ഇനി ഈ എം എ എന്ന് പറയുന്ന ഫോഴ്സ് അതെന്താണ്? എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഈ എസ് എന്ന് പറഞ്ഞ ഫ്രെയിം നോക്കുന്ന നേരത്താണ് നമുക്ക് എന്ത് എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ്, ഈ എം എ എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത് എസ് എന്ന റെസ്റ്റിലുള്ള ഇനേഷ്യൽ ഫ്രെയിം എന്ന് നോക്കുന്ന നേരത്തുള്ള ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആ ഫോഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എസ് എന്നുള്ള, അതായത് ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള നമ്മൾ കാണുന്ന ഫോഴ്സ്. അപ്പോൾ എഫ് ഡാഷ് is equal to Fi. I means initial എന്ന് ഉദ്ദേശിക്കാം, ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് Fi മൈനസ് MA0. ഓക്കെ, Fi എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഫ്രെയിം എന്നുള്ള ഫോഴ്സ്. അപ്പോൾ സപ്പോസ് ഇനീഷ്യൽ ഫ്രെയിം നമ്മൾ നോക്കുകയാണ്, അപ്പോൾ ഫോഴ്സ് 0 ആയിരിക്കാം. Fi is equal to 0. Fi 0 ആയി കഴിഞ്ഞാൽ എന്താണ്? F dash is equal to മൈനസ് MA0. അതിനർത്ഥം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇനീഷ്യൽ ഫ്രെയിം നോക്കുന്ന നേരത്ത് ഒബ്ജക്റ്റിന്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എന്നിരുന്നാൽ കൂടി അവിടെ ആരുണ്ട്? അവിടെ മറ്റൊരു ഫോഴ്സ് ഇവിടെ ഉണ്ട്, അതാണ് മൈനസ് MA0. ഈ ഫോഴ്സിനാണ് ശരിക്കും നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ആക്ച്വലി അവിടെ ഒരു ഫോഴ്സ് ഇല്ല. അതായത് മൂവ് ചെയ്യുന്ന, ആക്സിലറേറ്റ് ചെയ്യുന്ന ഫ്രെയിമിന്റെ ആക്സിലറേഷൻ കാരണം നമുക്ക് തോന്നുകയാണ് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടെന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ മൈനസ് MA0 എന്ന് പറയുന്ന ഈ ഫോഴ്സ് ആണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമ്മൾ F0 എന്ന് വിളിക്കും. F0. ഓക്കെ, F0 is equal to minus MA0. So F dash is equal to Fi plus F0. F ഡാഷ് എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ചെയ്യുന്ന ഫ്രെയിം നോക്കുന്ന ഫോഴ്സ് ആണ്. അത് നമ്മൾ അപ്പാരന്റ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പാരന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Fi, ഇനീഷ്യൽ ഫ്രെയിം എന്ന് നോക്കുന്ന ഫോഴ്സ് ആണ്. അതെന്താണ്? അത് ട്രൂ ഫോഴ്സ് ആണ്, ഉള്ള ഫോഴ്സ് ആണ്. നമ്മൾ ഇനീഷ്യൽ ഫ്രെയിം നോക്കുന്ന ഫോഴ്സ് ഒക്കെ എന്താണ്? ട്രൂ ഫോഴ്സ് എന്ന് വിളിക്കും. ട്രൂ ഫോഴ്സ് പ്ലസ് F0 ആരാണ്? ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ, എന്താണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്റെ മറ്റൊരു പേരാണ് സ്യൂഡോ ഫോഴ്സ്. സ്യൂഡോ മീൻസ് കപടം, ഇല്ലാത്തത് ഉണ്ടെന്ന് ധരിപ്പിക്കുന്നതാണ് എന്ത്? സ്യൂഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് എ ഫോഴ്സ് വിച്ച് ഡസന്റ് ആക്ച്വലി എക്സിസ്റ്റ് ബട്ട് അപ്പിയേഴ്സ് ടു കം ആസ് എ കോൺസിക്വൻസ് ഓഫ് ദ ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ മെഷർമെന്റ് ഈസ് മെയ്ഡ്. ആക്സിലറേഷൻ കാരണം, അതായത് നോൺ ഇനീഷ്യൽ ഫ്രെയിമിന്റെ ആക്സിലറേഷൻ കാരണം നമുക്ക് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് തോന്നണം. അപ്പിയർ ടു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തോന്നണം, ശരിക്കും അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. ആക്സിലറേറ്റിംഗ് ലിഫ്റ്റ് ഓർ എലിവേറ്റർ. ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ലിഫ്റ്റിന്റെ മറ്റൊരു പേരാണ് എലിവേറ്റർ. ആ ആക്സിലറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിന് എക്സാമ്പിൾ ആണ്. അവിടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അനുഭവപ്പെടും. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കൺസിഡർ എ ലിഫ്റ്റ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ A0 ഡൗൺവേർഡ്സ്. ഇവിടെ കൊടുത്തു, ഇതാണ് ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് A0 എന്ന് പറഞ്ഞ ആക്സിലറേഷന് താഴോട്ട് വരികയാണ്. ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് M അണ്ടർഗോസ് ഫ്രീ ഫാൾ മോഷൻ ഇൻസൈഡ് ദ ലിഫ്റ്റ്. M എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഈ ലിഫ്റ്റിനകത്ത് ഫ്രീ ഫാൾ ചെയ്യുന്ന നേരത്ത് അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? G ആണ്. ഡൗൺവേർഡ്, താഴോട്ടായതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ എന്താ? -G എന്നെടുത്തു. ഓക്കെ, ഹിയർ വി ടേക്ക് എർത്ത് ആസ് ഇനീഷ്യൽ ഫ്രെയിം ആൻഡ് മൂവിങ് ലിഫ്റ്റ് ആസ് നോൺ ഇനീഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ആയിട്ടുള്ള ഫ്രെയിം ഏതാണ്? എർത്താണ്, റെസ്റ്റിൽ നിൽക്കുകയാണ്. എർത്ത് എന്താണ്? റെസ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്? അത് ഇനീഷ്യൽ ഫ്രെയിം ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ലിഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്? ഇനീഷ്യൽ ഫ്രെയിം, നോൺ ഇനീഷ്യൽ ഫ്രെയിം. ഓക്കെ, ലിഫ്റ്റ് നോൺ ഇനീഷ്യൽ ഫ്രെയിം, എർത്ത് ഇനീഷ്യൽ ഫ്രെയിം. ഇനി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? അപ്പാരന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ F dash is equal to Fi minus F0. ഓക്കെ, ഇതിൽ
എഫ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എഫ് നോട്ട് ഈസ് ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഓക്കെ. ഇനി ഇവിടെ നോക്കാം, എഫ് ഡാഷിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്ന അപ്പാരൻറ്റ് ഫോഴ്സ് ആണ്. ലിഫ്റ്റിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒബ്ജക്റ്റിന് തോന്നുന്ന അപ്പാരൻറ്റ് ഫോഴ്സ് എത്രയാണ്? ഈ ഒബ്ജക്റ്റ് ചിലപ്പോൾ ഒരു മനുഷ്യനാവും, ഒരാളാണെന്ന് വിചാരിക്കുക, ലിഫ്റ്റ് ആക്സിലറേറ്റ് ആണ്. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന ഫോഴ്സ്? സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു Fi. ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ള ആക്സിലറേഷൻ എന്തായിരിക്കും? m ഇൻറ്റു -g. അതായത് നമ്മൾ ഇനേഷ്യൽ ഫ്രെയിം നോക്കുന്ന സമയത്ത് എന്താണ് ആക്സിലറേഷൻ? എന്താ? -g ആണ്. ജിക്ക് പകരം -g എന്ന് കൊടുക്കണം. -F നോട്ട്. എഫ് നോട്ട് എന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമുക്കറിയാം ma0 ആണ്. പക്ഷേ ഈ ലിഫ്റ്റും ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആയതുകൊണ്ട് m ഇൻറ്റു -a0 എന്ന് നമ്മൾ കൊടുക്കണം. സോ -mg, ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. പ്ലസ് ma0. ഓക്കെ. പിന്നെ വേറെ രീതി എഴുതിയാൽ ma0, അതായത് നേരെ തിരിച്ച് എഴുതി, ma0 is equal to ma0 minus mg. So f dash is equal to m into a0 minus g. ഇതാണ് എന്ത്? അപ്പാരൻറ്റ് ഫോഴ്സ്. അതായത് താഴോട്ട് ലിഫ്റ്റ് ആക്സിലേറ്റ് ചെയ്ത് വരികയാണ്. അപ്പം എന്താണ്? ആക്സിലേഷൻ നമുക്ക് തോന്നുന്ന ഫോഴ്സ് കുറയാണ് ചെയ്യുക, അല്ലേ? നമുക്ക് വെയിറ്റ് കുറയുന്ന പോലെ താഴോട്ട്, ലിഫ്റ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുന്നത് നമുക്ക് എന്താ തോന്നുക? നമ്മുടെ വെയിറ്റ് കുറയുന്ന പോലെ നമുക്ക് തോന്നുക. ഓക്കെ. ഇനി സപ്പോസ് ലിഫ്റ്റ് ഫ്രീ ഫാൾ ചെയ്യാം. if the lift undergoes free fall ചെയ്യാൻ വിചാരിക്കാം. അതായത് ലിഫ്റ്റിൻ്റെ കയറ് പൊട്ടി താഴോട്ട് വരിക. താഴോട്ട് വരുന്ന സമയത്ത് എന്താ? ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ എന്തായി മാറും? ലിഫ്റ്റിൻ്റെ ഈ ആക്സിലറേഷൻ എന്തായി മാറും? ഇവിടെ കയറ് ഉള്ളതുകൊണ്ടാണ് എന്ത്? ഈ ആക്സിലറേഷൻ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. കയറ് പൊട്ടിയിരിക്കുക. കയറ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ? ഈ വരുന്ന ഈ a0ൻ്റെ വാല്യൂ എന്തായി മാറും? ഈ a0ൻ്റെ വാല്യൂ g ആയിട്ട് മാറും. താഴോട്ട് വരികയാണ്, താഴോട്ട് വരുന്നത് g ആയി മാറും. സോ a0 becomes g ആയി മാറും. സോ apparent force f dash is equal to m into a0ൻ്റെ വാല്യൂ എത്രയാണ്? g minus g. സോ f dash is equal to 0. അതായത് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. അപ്പാരൻറ്റ് ഫോഴ്സ് എന്താവും? 0 ആവും. അപ്പോൾ ഒരു ഫ്രീ ഫാൾ നടക്കുന്ന സമയത്ത് നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല, വെയിറ്റ്ലെസ് ആയി തോന്നും. ഇതിന് ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുക? വെയിറ്റ്ലെസ് ഓഫ് എ ബോഡി. ഒബ്ജക്റ്റിന് വെയിറ്റ് ഫീൽ ചെയ്യില്ല, വെയിറ്റ് 0 ആവും. ഇതാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ. അതായത് ആക്സലറേറ്റ് ചെയ്യുന്ന ഒരു എലിവേറ്റർ ഫ്രീ ഫാൾ ചെയ്ത് അപ്പാരൻറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ബാക്കി മറ്റ് എക്സാമ്പിളിലേക്ക് ഒരു എക്സാമ്പിളായിരുന്നു കാറിനകത്ത് കാർ ആക്സലറേറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഫോഴ്സ് ആക്ട് ചെയ്യോ ഇല്ലയോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ വരുന്ന ക്ലാസ്സുകളിൽ ഉള്ളത്. ഓക്കെ.